നമുക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഒരുപക്ഷെ എനിക്ക് പുറം ലോകത്തെ കാണാൻ ഒരു ജാലകമായി മാറിയ കോളേജാണ് കൊല്ലം എസ് എൻ കോളേജ് എന്ന് പറയുന്നത്. ഒരുപാട് എഴുത്തുകാരെയും ഒരുപാട് സുഹൃത്തുക്കളെയും ഒക്കെ എനിക്ക് ജീവിതത്തിൽ സമ്മാനിച്ച് കിട്ടിയ ഒരുപാട് കിളിമാനൂർ വിശ്വംഭരൻ സാറും നമ്മുടെ KP അപ്പൻ സാറും അവരിൽ എൻ്റെ പ്രൊഫസർ SK രാജഗോപാൽ സാറായിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകളുമായിട്ട് ബന്ധം സ്ഥാപിക്കാനും മയ്യനാട് രാജ് സാറ് പോലെ എൻ്റെ ഓർമ്മകളിൽ ഒരുപാട് മുഖങ്ങളിങ്ങനെ മറയുന്നുണ്ട്. അതുപോലെ ശ്രീനിവാസൻ സാറായിരുന്നു അന്ന് ഇവിടുത്തെ പ്രിൻസിപ്പൽ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, കേരളത്തിലെ രാഷ്ട്രമീമാംസയിൽ ആദ്യത്തെ PhD ഹോൾഡറായ ഡോക്ടർ M ശ്രീനിവാസൻ. അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞാൽ കുട്ടികളുമായിട്ടൊക്കെ ഭയങ്കരമായ ചങ്ങാത്തമായിരുന്നു. അപ്പോൾ ഞാനൊക്കെ യഥാർത്ഥത്തിൽ എന്തെങ്കിലും വിക്രിയകൾ കാണിച്ചു കഴിഞ്ഞാൽ നമ്മളെ നേരെ വന്ന് ഇടിക്കാനൊക്കെയുള്ള കരുത്ത് കാണിച്ചിരുന്ന ഒരു അധ്യാപകനായിരുന്നു അദ്ദേഹം. ആ കുട്ടികളുമായിട്ടൊക്കെ അത്ര ആത്മബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ SN കോളേജിലെ ഓർമ്മകളാണ് പലപ്പോഴും. ഒരുപക്ഷെ ഞാൻ ഈ കൈക്കൂലിക്കുമൊക്കെ തന്നെ വളരെയധികം ശബ്ദിക്കുന്ന ഒരാളാണ്. ഞാനിതുവരെയും മദ്യം കഴിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. SN കോളേജ് എന്നിലേക്ക് കടത്തിവിട്ട ഒരു കൾച്ചർ, ആ സംസ്കാരമാണ് എന്നെ പലപ്പോഴും പല കാര്യങ്ങളിൽ നിന്നും പിടിച്ചു നിർത്തുന്നത്, നമുക്കില്ല നിയന്ത്രണങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, വാർത്താമുറിയിലിരുന്ന് ഓരോ വാർത്തയും വളരെ അസ്വസ്ഥതയോടെ നമ്മൾ കാണുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ അമ്മയുടെ ചങ്കിലേക്ക് കടാരി കുത്തിയിറക്കാൻ ഒരു മകൻ തയ്യാറാകുന്നു, ഉറങ്ങിക്കിടക്കുന്ന അമ്മയുടെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താൻ മകൻ തയ്യാറാകുന്നു, രാത്രിയിൽ വീട്ടിൽ എവിടെയെങ്കിലും പോയി മടങ്ങി വരുന്ന മകൻ്റെ മുമ്പിൽ വാതിൽ തുറക്കാൻ അമ്മ മടിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആശങ്ക നിറഞ്ഞ വാർത്തകൾ കേരളത്തിൻ്റെ പല താലൂക്കുകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ നമ്മൾ വിചാരിച്ചു MDMA പോലെയുള്ള മാരകമായ രാസലഹരി കോളേജുകളിലും പള്ളിക്കൂടങ്ങളിലും ഒക്കെ പ്രചരിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഇതൊക്കെ നമ്മുടെ കുട്ടികളിലേക്ക് വിതരണം ചെയ്യുന്നത് അവരെ നശിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, ഈ ഏതോ രാജ്യത്തിരുന്ന് ഇതൊക്കെ നിയന്ത്രിക്കുന്ന ആളുകൾക്ക് പണം ഉണ്ടാക്കാനാണ്. പണം ഉണ്ടാക്കാൻ വേണ്ടി പുതിയതായി വരുന്ന തലമുറകളെ നശിപ്പിച്ച് കളയുക. നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും ഇതുമായിട്ട് ബന്ധമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളവരെ പിന്തിരിപ്പിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2-3 തവണ ഈ വെളുത്ത പഞ്ചസാര പോലിരിക്കുന്ന ഈ തരികൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ലാത്തൊരു അഡിക്ഷൻ ഈ ലഹരിയോടുണ്ടാകും. അത് ഒരു ലഹരി ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അഡിക്ഷനായി മാറുകയും പിൽക്കാലത്ത് നിങ്ങൾക്ക് ഈ അഡിക്ഷനിൽ നിന്ന് മാറാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. നിങ്ങളൊരു മനോരോഗികളെ പോലെ ആയി മാറും. അതായത് മനസ്സും തലച്ചോറും തമ്മിലുള്ള വൈദ്യുത ബന്ധത്തിൻ്റെ ശൈഥില്യം സംഭവിച്ച ഒരാളെപ്പോലെ നിങ്ങൾ പെരുമാറി തുടങ്ങും. അപ്പോൾ അമ്മയെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളെ കണ്ടാൽ മനസ്സിലാകില്ല. അത്ര ഏറ്റവും അപകടം പിടിച്ച രാസലഹരിയാണ് MDMA. നിങ്ങൾക്കറിയുമെന്നറിയില്ല, കേരളത്തിലെ പല ക്യാമ്പസുകളിൽ നിന്ന് MDMA എക്സൈസ് ഇപ്പോൾ പിടിക്കുന്നു. കേരളത്തിലിപ്പോൾ വളരെ വ്യാപകമായ റെയ്ഡ് നടക്കുകയാണ്. മാത്രമല്ല, കോളേജ് ക്യാമ്പസിലേക്ക് പ്രിൻസിപ്പലിൻ്റെ അനുമതിയില്ലാതെ ഒരു സമയത്ത് പോലീസ് സംവിധാനം കടന്നു വരില്ലായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. എക്സൈസ് റെയ്ഡിന് തീരുമാനിച്ചാൽ പ്രിൻസിപ്പൽ പോലും അറിയാതെ കോളേജിലേക്ക് അവർ കടന്നു വരും. നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം, നിങ്ങളെയൊക്കെ വളരെ പ്രതീക്ഷയോടെയാണ് മാതാപിതാക്കൾ കോളേജിലേക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ സിവിൽ സർവീസ് എഴുതി പാസ്സാകും, നിങ്ങൾ IAS ഓഫീസേഴ്സാകും എന്നൊക്കെ പ്രതീക്ഷിച്ച് വീട്ടിലിരിക്കുന്ന അച്ഛനും അമ്മയും ഉണ്ട്. അവർക്ക് വളരെ 1, 1, 2 കുട്ടികളൊക്കെ അല്ലേ ഒരു വീട്ടിലുള്ളൂ. അപ്പം അവർക്ക് ജീവിതത്തിൽ നേടാൻ കഴിയാത്തതൊക്കെ ഈ കുട്ടികൾ കൊണ്ടുവരും എന്ന പ്രതീക്ഷയിലാണ് അവർ. അപ്പോൾ അവരുടെ പ്രതീക്ഷ അറ്റുപോകുന്നു എന്ന് മാത്രമല്ല, ഈ കുഞ്ഞുങ്ങളിലുള്ള എല്ലാ വിശ്വാസവും അവർക്ക് നശിച്ചു പോകുന്നു. ഞാൻ പല അഡിക്ഷൻ സെൻറ്ററും സന്ദർശിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നോക്കുമ്പോൾ MA ലിറ്ററേച്ചറും ഒക്കെ പാസ്സായ കുട്ടികൾ, ഇന്നലെ കൂടി ഒരു അമ്മമാരുള്ളൊരു സ്ഥലത്ത് പോയി. അവിടെയുള്ള ഒരു കുണ്ടറക്കാരിയെ ഞാൻ പരിചയപ്പെട്ടു. അവർ മാരകമായ MDMA ഉപയോഗിച്ച് മനോരോഗത്തിന് അടിമയായി ഈ നാട്ടിൽ എന്താ നടക്കുന്നത് വെളിച്ചമേ പിണങ്ങി, അവരുടെ ജീവിതത്തിൽ ഇരുട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ കാഴ്ച കാണുമ്പോൾ നിങ്ങൾക്ക് ചോക്ലേറ്റ് തന്ന് ചില പെൺകുട്ടികളെയൊക്കെ നിയന്ത്രിച്ച് നിർത്തുന്നത് ചോക്ലേറ്റ് കൊടുക്കും, എന്നിട്ട് അതിൽ ലഹരി കലർത്തും അവർ. എന്നിട്ട് ഞാൻ ഇന്നലെ ഒരു വിദ്യാലയത്തിൽ പോയപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ആ വിദ്യാലയത്തിലുള്ള കുട്ടികളിൽ 15 കുട്ടികൾക്ക് MDMA താല്പര്യമുള്ള കുട്ടികളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അവർക്ക് 1 മണിക്കൂറുള്ള ഒരു ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റുന്നില്ല. 1 അവർ പീരീഡിലൊക്കെ ക്ലാസ്സിലിരിക്കുമ്പോൾ ഒരു അരമണിക്കൂർ ആകുമ്പോഴത്തേക്ക് ഇത് കിട്ടാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടിൽ അവർ ക്ലാസ് മുറിയിൽ നിന്ന് വെളിയിലേക്ക് പോകുന്നു. എവിടെയെങ്കിലും പോയി ഇത് വാങ്ങി കഴിച്ചിട്ട് മടങ്ങി വന്നാൽ മാത്രമേ ഇവർക്ക് ക്ലാസ്സിലിരിക്കാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ഈ ലോകത്ത് കാണുന്നത് വളരെ അപകടം പിടിച്ചതാണ്. എൻ്റെ ജീവിതത്തിലെ 40 കൊല്ലം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പ്രൊഫഷണൽ കരിയറിലെ 40 കൊല്ലം മാത്രമേ ഉള്ളൂ. ഞാൻ അതിനെ ഒരു ആഘോഷമാക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്നുമില്ല. നിങ്ങൾ അറിയേണ്ടത്
എൻ്റെ ഈ 40 കൊല്ലത്തെ മീഡിയ പരിചയം കേരളത്തിലെ ഏറ്റവും നടുക്കമുണ്ടാക്കുന്ന ഒരു പ്രശ്നം അധികാരികളിൽ എത്തിക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ സംഭാവന എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഞാൻ നടത്തിയ ഒരു അഭിമുഖം ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടു കാണും. ഈ പ്രോഗ്രാം തിരുവനന്തപുരത്ത് നിന്ന് ലോഞ്ച് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിമുഖം നമ്മൾ സംപ്രേഷണം ചെയ്തിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെയും ഇടപെടലില്ലാതെ പോലീസ് സ്റ്റേഷനുകളൊക്കെ തന്നെ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അനുമതി അദ്ദേഹം നൽകിയിട്ടുണ്ട്. എല്ലാ പോലീസ് ഓഫീസേഴ്സിനും എവിടെ കടന്നു ചെല്ലാനും സ്വാതന്ത്ര്യമുണ്ട്. 90 ദിവസങ്ങൾക്കകത്ത് ഇതിൻ്റെ നാരായ പേര് പിഴുതെടുക്കണം, ഇതിൻ്റെ കടക്കൽ നമുക്ക് കത്തിവെക്കണം. നമുക്ക് വലിയ ഒരു യത്നം നമുക്ക് വേണം. കാര്യം ബാംഗ്ലൂരു പോലെയുള്ള മഹാനഗരങ്ങളിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് ഇത്തരം രാസലഹരി ഒഴുകി വരികയാണ്. കൊറിയർ വഴി വരും, ട്രെയിൻ വഴി വരും, ബസ്സുകൾ വഴി വരും, ഫ്ലൈറ്റുകൾ വഴി വരും. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറുത്ത് വീഴ്ത്തണം. അപ്പോൾ നിങ്ങൾ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഞാൻ യഥാർത്ഥത്തിൽ കൊല്ലത്ത് എസ് എൻ കോളേജിൽ പഠിക്കാൻ വന്നപ്പോൾ ഞാൻ ഇതുപോലുള്ള രാസലഹരി വാങ്ങിച്ച് കഴിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇന്ന് 24-ൻ്റെ തലപ്പത്തിരിക്കില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ജീവിതത്തിലെടുക്കുന്ന ഒരു തീരുമാനമാണത്. നിങ്ങൾക്ക് ജീവിതത്തിലൊരു ഐശ്വര്യം വരുമ്പോൾ, ഒരു വളർച്ച ഉണ്ടാകുമ്പോൾ 2 വഴികൾ നിങ്ങളുടെ മുന്നിൽ തെളിയും. ഒന്ന് നേരെ കിടക്കുന്നൊരു വഴി, രക്ഷപ്പെടാനുള്ളൊരു വഴിയാണത്. 2 ഒരു ചെളിക്കുണ്ട്, പാരലായിട്ട് ആ വഴിയും തെളിയും. അപ്പോൾ ചെളിക്കുണ്ടി വീഴണോ നേരെ പോകണോ എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം. അപ്പോൾ എനിക്ക് എൻ്റെ കുട്ടികളോട്, നിങ്ങളൊക്കെ യഥാർത്ഥത്തിൽ എനിക്ക് വേണ്ടപ്പെട്ടവരാണ്, നിങ്ങൾക്കറിയാമല്ലോ. ഈ കൊല്ലം എസ് എൻ കോളേജ് എന്ന് പറഞ്ഞാൽ ഈ ശ്രീകണ്ഠൻ നായർ ഒരു മാധ്യമപ്രവർത്തനം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പങ്കുവഹിച്ചൊരു കോളേജാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ കോളേജ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ വേര് പിടിച്ചിട്ടുള്ളൊരു വിദ്യാലയമാണ്. അതുകൊണ്ട് ഈ സ്ഥാപനത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ഗൃഹാതുരമായ നൊസ്റ്റാൾജിയ പോലെ ഒരുപാട് ഓർമ്മകൾ വരുന്നുണ്ട്. ഈ കോളേജിലെ അധ്യാപകരൊക്കെ നമ്മോട് കാണിച്ചിട്ടുള്ള വാത്സല്യങ്ങൾ ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോഴും നിങ്ങളുടെ അധ്യാപകർ ജീവിതത്തിൽ നമ്മൾ 2 സ്ഥലത്താണ് ഏറ്റവും സ്വാധീനിക്കപ്പെടുക. ഒന്ന് നമ്മുടെ വീട്ടിലും, ഒന്ന് നമ്മൾ പഠിക്കുന്ന സ്ഥാപനത്തിലും. എനിക്ക് പറയാനുള്ളത്, നിങ്ങളാക്കുന്നത് ഈ കോളേജും ഈ വിദ്യാലയവും ആയിരിക്കും. നിങ്ങൾക്ക് ഒരുപക്ഷെ ഭാവിയിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ, നിങ്ങൾ ചില അധ്യാപകരെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യമൊക്കെ വരും. പക്ഷേ പിന്നീട് ഇന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കും അവരൊക്കെ നമ്മൾ എത്രമാത്രം വേണ്ടപ്പെട്ടവരായിരുന്നു എന്ന്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാ വാത്സല്യവും എൻ്റെ കോളേജിലെ കുട്ടികൾ എന്നുള്ള നിലയിൽ നിങ്ങളോട് എനിക്ക് വാത്സല്യത്തോടെ പറയാനുള്ളത്, നിങ്ങൾക്കിടയിൽ ആരെങ്കിലും ഈ ഒരു സംഭവത്തിന് അടിമയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വേണ്ടപ്പെട്ടവരെ പ്രിൻസിപ്പലിനെ വിവരം അറിയിക്കണം.